ജൂതന്മാരുടെ മുസ്ലിമീങ്ങൾ യുദ്ധം, ഏറ്റവും അവസാനം സംഭവിക്കുന്ന കാര്യം ജൂതന്മാരുടെ മുസ്ലിമീങ്ങൾ യുദ്ധം ഉണ്ടാവും. ലാ തഖൂമു സഅത്തു ഹത്താ യുഖാതിൽ മുസ്ലിമൂൻ യഹൂദ്, ജൂതന്മാരും മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തുടക്കങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അവസാനം എന്താ സംഭവിച്ചാൽ ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ. ഇപ്പം നമ്മളെന്താ വെച്ചാൽ ആകെ നിരാശയിലാണ്. നമുക്ക് നിരാശരാകേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് സമുദായത്തിനും ഒരു ഉണർവിൻ്റെ കാലഘട്ടം ഉണ്ടാവും, അധപ്പതനത്തിൻ്റെ കാലഘട്ടം ഉണ്ടാവും. ശരി, ഇതിങ്ങനെ വരെങ്ങനെ പോകുള്ളൂ, ഇങ്ങനെ പോകില്ല. ഏത് കൗമിൻ്റെ ചരിത്രം, മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കി. റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇങ്ങനെ ഉയർന്നു, പിന്നീട് ഇങ്ങനെ താഴ്ന്നു, പിന്നീട് അബ്ബാസിൻ്റെ കാലത്ത് പിന്നെ ഉയർന്നു, പിന്നീടും താഴ്ന്നു, പിന്നെ ശൈഖുൽ ഇസ്ലാമിൻ്റെ കാലത്ത് പിന്നെ ഉയർന്നു, പിന്നെ ഇങ്ങനെ താഴ്ന്നു. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗതിയുടെയും അല്ലെങ്കിൽ ഒരു ഇസ്സത്തിൻ്റെയും കാലഘട്ടം ആണ് നമുക്ക് പറയാം. കാരണം എല്ലായിടത്തും പ്രയാസങ്ങൾ പെടണം. പക്ഷെ ഇത് അവസാനിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് ആ ടെൻഷനൊന്നും വേണ്ട. പ്രവാചകൻ പറയാണ്, ജൂതന്മാരാണല്ലോ ഇപ്പോൾ വലിയ ശക്തികളായിട്ട് ഇവിടെ നിൽക്കുന്നത്. പ്രവാചകൻ പറയും, ജൂതന്മാരും മുസ്ലിമീങ്ങളും യുദ്ധം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ആ ജൂതന്മാരും മുസ്ലിങ്ങളുടെ മുന്നിൽ പേടിച്ച് വിറക്കും. ഹത്താ യഖ്തബിയൽ യഹൂദി മിൻ വറാഇൽ ഹജ്രി വശജർ. അവസാനം ഒരു ജൂതൻ മുസ്ലിമീങ്ങളെ പേടിച്ച് മുഴുവൻ കല്ലിൻ്റെയും മരത്തിൻ്റെയും ബേക്കിൽ പോയി ഒളിക്കുന്ന, അവൻ്റെ ആയുധങ്ങളൊന്നും എൻ്റെ കയ്യിലുണ്ടാവില്ല, അവൻ്റെ ടാങ്കും അവൻ്റെ മിസൈലൊന്നും അവൻ്റെ കയ്യിലുണ്ടാവില്ല. എന്നിട്ട് അപ്പോൾ ആ കല്ലുകളും മരങ്ങളും വിളിച്ചു പറയും, യാ അബ്ദുല്ലാഹ് ഹാദാ യഹൂദിയുൻ ഖൽഫി. ഇതാ എൻ്റെ ബേക്കിൽ ആരുണ്ട്? ഒരു ജൂതനെ കണ്ടിട്ടില്ലല്ലോ. ഇതാ ആ മരം ആ മുസ്ലിമിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ മരങ്ങൾ പോലും ജൂതന്മാരുടെ ശത്രുത പരസ്യമാക്കുന്ന കാലഘട്ടം വരാണ്ട്. എന്നിട്ട് മുസ്ലിമിനെ കൊല്ലും. ഇല്ലല്ല ഖർഖദ് മരം മാത്രം അത് വിളിച്ചു പറയുകയില്ല. ഫഇന്നഹു ശജറുൽ യഹൂദ്, അത് ജൂതൻ്റെ മരമാണ്. നിങ്ങൾ ആലോചിക്കണം, ജൂതന്മാർ റസൂലുള്ളാഹിനെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹു എന്നല്ല പറഞ്ഞു. സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ, ഞാൻ അവസാനിപ്പിക്കുന്നില്ല, സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹിനെ അറിയുന്നില്ലേ. അതുകൊണ്ട് ജൂതന്മാർ ഈ ഹദീസൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളെ കൗമി ഹദീസൊക്കെ തള്ളുകയാണ്, പക്ഷേ ജൂതന്മാർ പക്ഷേ ഹദീസും തള്ളില്ല. ജൂതന്മാർ ഈ ഹദീസ് ഖർഖദ് മരത്തിൻ്റെ ഹദീസ് അവർ കണ്ടിട്ട് ഇസ്രായേൽ 947 അന്ന് ഇസ്രായേൽ ഉണ്ടാക്കിയ അന്ന് രാത്രി അവിടെ ആദ്യത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചെന്താ അറിയോ? നമ്മുടെ ഔദ്യോഗിക മരം ഖർഖദ് മരമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ മുഴുവൻ ഈ മരം വെച്ച് പിടിപ്പിച്ചേക്കപ്പോൾ എന്തിന്? മുസ്ലിമീങ്ങൾ ജൂതന്മാർ യുദ്ധം ഉണ്ടായാൽ നമുക്ക് ആകെ രക്ഷപ്പെടാൻ പറ്റുന്നതാണ് ഈ മരത്തിൻ്റെ ബാക്ക് നിൽക്കുക. അപ്പം ഈ മരം മുടിച്ച് പറയില്ല എന്നാ. പക്ഷെ ആ മരത്തോടൊന്നും കാര്യമില്ല. മുസ്ലിമുകൾ എന്ത് ചെയ്യും? അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്.